പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ 22-ാം ദിവസമാണ്. നമ്മൾ പഠിക്കണ എന്താ? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. എത്ര പേര് എക്സൈറ്റഡ് ആണ്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള മാന്ത്രിക വിദ്യ പഠിക്കുന്ന ദിവസമാണ്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അതിന് ആണെങ്കിൽ ഒന്ന് കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ. കാര്യം എന്താ, ഞാൻ ഏറ്റവും ആദ്യമേ നിങ്ങളുടെ കമൻറ്റിലാണ് പോയി നോക്കണേ. അപ്പോൾ നല്ല കമൻറ്റുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം വരും. കാര്യം എന്താ, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിലെ ഈ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒത്തിരി മനുഷ്യരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം കൊടുക്കുന്ന ഒരാളായിട്ട് മാറണം. അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ കാരണമാവണം എന്നാണ് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പം അത്രയും ഒരു സന്തോഷം കൊടുക്കുന്ന ഒരാളാവണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എപ്പോഴും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയാനും നിങ്ങളെ എപ്പോഴും ശരിക്കും ഒരു ഹാപ്പി ആയിട്ട് നിർത്താനും ഞാൻ എന്നും എൻ്റെ വീഡിയോസിൽ ശ്രമിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഓൾമോസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ തോമസ് കാർലൈൽ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറയേണ്ട കാര്യമുണ്ട്, എല്ലാ ശാസ്ത്രത്തിനും അപ്പുറം ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ ലോകം എപ്പോഴും ഒരു അത്ഭുതമാണ്, മനോഹരമാണ്, ഗഹനമാണ്, മാന്ത്രികമാണ്, ഇനിയും എന്തൊക്കെയുമാണ്. നമ്മളെല്ലാവരും ജീവിതത്തെ നന്നായിട്ട് കാണാൻ തുടങ്ങുകയും ജീവിതത്തിൽ ആകർഷണ നിയമം ഉപയോഗിച്ചിട്ട് ഈ യൂണിവേഴ്സിറ്റിയുടെ നിയമങ്ങൾ പഠിച്ചൊക്കെ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മുടെ ലൈഫ് എത്ര അടിപൊളി ലൈഫാണെന്ന്. പക്ഷെ നമ്മൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെയും പരാതികളും ഒക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി എന്താക്കി മാറ്റാൻ പറ്റും? വേണമെങ്കിൽ നമുക്ക് നരകത്തെ പണിയാൻ പറ്റും. ഇതൊക്കെ നമ്മളുടെ ഓൺ ക്രിയേഷനാണ്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യണത് എന്താ? നമ്മൾ ആഗ്രഹിക്കുന്ന ആ സ്വർഗത്തെ പണിയാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ സ്വർഗം പണിയണമെങ്കിൽ ഞാനിന്ന് നിങ്ങളോട് പറയണത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു 10 ലിസ്റ്റ് നിങ്ങൾ എഴുതുക. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് നടക്കേണ്ടത്, ആ ആഗ്രഹങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ലിസ്റ്റ് എഴുതുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ലിസ്റ്റ്, ഏറ്റവും നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലിസ്റ്റ് എഴുതാനായിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഒരു ലിസ്റ്റ് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ആ ലിസ്റ്റിലുള്ള ഓരോ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. ആ ആഗ്രഹങ്ങളെ നിങ്ങളൊന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങുക. ഓരോ ലിസ്റ്റ് എഴുതിയിട്ടിങ്ങനെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടു നടക്കുക. ഇടയ്ക്കൊക്കെ എടുത്ത് വായിക്കുക. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് ബ്രെയിന് അതിനാവശ്യമായിട്ടുള്ള എന്തും അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുകയും ചെയ്യും. പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോ ഓഫ് അട്രാക്ഷനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും കടവും പ്രശ്നങ്ങളും ഒക്കെ വന്ന സമയത്താണ്. ആ സമയത്ത് എൻ്റെ ബിസിനസ്സുകളൊക്കെ ഒരു പൂട്ടലിൻ്റെ ലക്ഷണത്തിലായിരുന്നു. എൻ്റെ റിലേഷൻഷിപ്പ് ഭയങ്കര മോശത്തിലായിരുന്നു. ബിസിനസ് പ്രതിസന്ധിയിലായിരുന്നു. വലിയ വലിയ കടങ്ങൾ തന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു സാഹചര്യത്തിൽ വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫിനെ പറ്റി ഒരു ലിസ്റ്റ് എഴുതാനും അത് ബേസ് ചെയ്തിട്ട് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ കടമെല്ലാം ഫുൾ അടച്ച് തീർക്കുന്നതായിട്ട്, എൻ്റെ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് മാസ്റ്റേഴ്സൊക്കെ എടുത്ത് ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ അവരവരുടെ കരിയർ ചെയ്യണതും അവർ വളരെ നല്ല ലെവലിലേക്ക് അവരവരെ തന്നെ ഇൻഡിപെൻഡൻ്റ് ഡ്രൈവ് ചെയ്യണത്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഇൻട്രാഷണലി ഒത്തിരി ട്രാവലിങ്സും ഞങ്ങളുടെ ആ ഒരു മാജിക്കൽ ലൈഫിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുന്നത്, ഇങ്ങനെ ഒത്തിരി സ്വപ്നങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങളായിട്ട് ഞാൻ എഴുതി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ്, കുമ്പയൊക്കെ പോയിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള ബോഡി, ഫിറ്റായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ എഴുതി. എന്താ സംഭവിച്ചതെന്നറിയാമോ? സത്യത്തിൽ ആ ലിസ്റ്റ് എഴുതിയപ്പോൾ അസാധ്യമെന്ന് വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം തന്നെ ലൈഫിൽ റിയാലിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെയൊക്കെ ലൈഫിൽ ഒരു ബുക്ക് എഴുതുക, ഒത്തിരി കാര്യം, 2 കുട്ടികളെയും മാസ്റ്റേഴ്സ് എടുപ്പിക്കുക, ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഈ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്നുള്ളത് അത്ഭുതമാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് ഈ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ നിങ്ങൾക്ക് നടപ്പാക്കാൻ പറ്റും.
പക്ഷെ നടപ്പാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ആഗ്രഹങ്ങൾ എഴുതണം. എന്നിട്ട് ഈ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടതായിട്ട് നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളെ എടുത്തിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഫീലിംഗ് നിങ്ങൾ അനുഭവിക്കണം. എന്നിട്ട് നിങ്ങൾ കൃതജ്ഞത എഴുതണം. ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതോറും നിങ്ങൾ എഴുതുന്ന ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും നിങ്ങളുടെ ലൈഫ് തന്നെ മാജിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പം റെഡിയല്ലേ? അപ്പം ഇന്ന് റെഡി ആയിട്ടുള്ള ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യുക. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ 10 അനുഗ്രഹങ്ങളെ നിങ്ങൾ എഴുതുക കേട്ടോ. സാധാരണ ചെയ്യണ പോലെ 10 അനുഗ്രഹങ്ങൾ ലിസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് 10 ആഗ്രഹങ്ങൾ ലിസ്റ്റ് എഴുതുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉറങ്ങാൻ പോണതിന് മുമ്പ് നിങ്ങളുടെ മാന്ത്രിക കല്ലെടുക്കുക. ഇന്ന് നടന്ന 10 അനുഗ്രഹം, ഓരോ നല്ല കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി എഴുതുക. അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒത്തിരിയധികം നന്മയും ഒത്തിരിയധികം അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും ലൈഫ് മാജിക്കലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന് കഴിയട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.